ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളം ശൈലികളുടെ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 3ാമത്തെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. 2 ക്ലാസ്സുകളിലായിട്ട് 80 ശൈലികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. 80 ശൈലികളല്ലേ നിങ്ങൾ ഇതുവരെ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ച. ഇന്ന് 81ാമത്തെ ശൈലിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മളിതാ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ടൈമായി അല്ലെ. അപ്പോൾ അതിന് നിങ്ങൾ പോകുന്നതിന്റെ മുമ്പ് മസ്റ്റായിട്ടും നിങ്ങൾ അതിന്റെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിന്റെ സാധ്യതകളും സാലറി സ്കെയിലും ക്വാളിഫിക്കേഷനും പ്രായപരിധിയും എല്ലാം ഉൾക്കൊണ്ടിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കമ്പൽസറി ആ വീഡിയോ കാണാൻ ശ്രമിക്കണം. കാരണം അതിൽ മുമ്പുള്ള കട്ട് ഓഫുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇതിന്റെ മുമ്പ് 2023, 2017, 2014 ആ ഇയറുകളിലായിട്ട് ഉള്ള നോട്ടിഫിക്കേഷൻസും അതിന്റെ ഡീറ്റെയിൽസും നമ്മൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുന്നില്ലെങ്കിൽ തൊഴിൽ വീതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതെടുത്ത് വായിക്കുക. എന്ത് തന്നെയായാലും നിങ്ങൾ അത് കമ്പൽസറി മനസ്സിലാക്കണം. അപ്പൊ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു ഊർജം കിട്ടും. കാരണം അതിന്റെ സാലറി സ്കെയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളി ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. നമ്മൾ ബിരുദധാരികൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ പഠനം ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമ്മൾ ശൈലിയിലേക്ക് കടക്കുകയാണ്. നോക്കുക, വേല ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിക്കാൻ നോക്കുകയാണ് അല്ലെ. നീ വേല ഇറക്കണ്ട എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ വേല ഇറക്കുക എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ നോക്കുകയാണ്. നെക്സ്റ്റ്, മേലനങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരാധ്വാനം ഉണ്ടാക്കുകയാണ്. അയാൾ മേലനങ്ങി ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ശരീരാധ്വാനം ചെയ്യാറില്ല എന്നാണല്ലേ അതർത്ഥം. അപ്പൊ മേലനങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരാധ്വാനം ഉണ്ടാവുകയാണ് കേട്ടോ. നെക്സ്റ്റ്, മാറ്റുകൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന്റെങ്കിലും മാറ്റുകൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം കൂട്ടുകയാണ്, അതായത് മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മലയാള ശൈലി പഠിക്കുമ്പോൾ കമ്പൽസറി അത് പഠിക്കണം. കാരണം ചിലതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആവണം എന്നില്ല. നമുക്ക് കണ്ടാ തോന്നും ഇതാണ് അതിന്റെ മീനിങ് എന്ന്, പക്ഷെ അതാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ അതിലൂടെ കടന്നു പോകണം. മാത്രമല്ല നമ്മളുടെ എക്സാം ഹാളിൽ കയറിയാൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകളിലൂടെ കടന്നു പോകണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോയാൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിത്തെടുത്തു കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? കരുതൽ ധനം ചെലവ് ചെയ്യുക. ഓക്കെ, അതായത് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം കൃഷി ഇറക്കാൻ വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന ഒരു ഇതാണ് അല്ലെ. അപ്പൊ വിത്തെടുത്തിട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കരുതൽ ധനം എടുത്ത് ചെലവ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐകകണ്ഠ്യേന എന്ന് പറഞ്ഞാൽ എന്താ? ഏകാഭിപ്രായമായി. ഓക്കെ, ഒരേ അഭിപ്രായത്തോടു കൂടി. ബാലപാഠം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് പഠിക്കുന്ന പാഠത്തിനെയാണ് നമ്മൾ ബാലപാഠം എന്ന് പറയുക അല്ലെ. അതൊക്കെ നമുക്കറിയാം. ധനാശി പാടുക, ഇത് പണ്ട് എപ്പോഴും ചോദിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ, ധനാശി പാടുക എന്ന്. ഇനി ചോദിക്കില്ല എന്നും പറയാൻ പറ്റില്ല, ചോദിക്കെന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓർത്തു വെക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ്, അച്ചാരം കൊടുക്കുക. കേട്ടിട്ടുണ്ടോ? അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരാറ് ചെയ്യുക എന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അതിന് നമ്മളൊരു ടോക്കൺ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള ഐറ്റാണ് ഈ അച്ചാരം കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ കൊള്ളയടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അമ്പലം വിഴുങ്ങുക എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഏഷണി കൂട്ടുക, അതൊക്കെ നമുക്കറിയാം അല്ലെ. അതായത് ഇല്ലാത്തത് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഏഷണി കൂട്ടുക എന്ന് പറയാം. നെക്സ്റ്റ്, ഏറുകണ്ണിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതും നമുക്ക് അറിയുന്നുണ്ടാവും. ഒളിഞ്ഞു നോക്കുകയാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ അറിയുന്ന അർത്ഥങ്ങൾ തന്നെയാണ് കേട്ടോ. 7:30 ശനി എന്ന് പറഞ്ഞാലോ? ചീത്ത കാലം കാണിക്കാനാ. ശനി ബാധ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. കണ്ടക ശനി സമയമാണെന്നാ തോന്നണെന്നൊക്കെ പറയാറില്ലേ. ആ ഒരു ഐറ്റം തന്നെയാണ് 7:30 ശനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചീത്ത കാലം. അരിയറ്റു പോവുക എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുകയാണ് കേട്ടോ. അയാളുടെ അരി തീർന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അരിയറ്റു പോവുക എന്ന് പറഞ്ഞാല് എന്താണ്? മരിക്കുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കുക. 2 അപകടം വന്നു അല്ലെ. അതായത് നാശത്തിന്റെ മേലെ വീണ്ടും നാശം ഉണ്ടാവുക. ഒരു അപകടം സംഭവിച്ചു, വീണ്ടും അപകടം ഉണ്ടാവുന്നതാണ് ഇടിവെട്ടിയവനെ എന്നല്ല, ഇടിവെട്ടേറ്റവനെ എന്നാവട്ടോ. ഇടിവെട്ട് ഏറ്റവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ മേലെ വീണ്ടും നാശം സംഭവിക്കുക. ഒരു നാശം സംഭവിച്ചിട്ടിരിക്കുകയാണ്,
അതിന്റെ മേലെ വീണ്ടും നാശം സംഭവിക്കുന്നതിനെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഊറ്റം പറയുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് അങ്ങനെ നമ്മളെ തന്നെ പൊക്കി പറയാം. അതായത് ആത്മപ്രശംസ ചെയ്യുക എന്നതാണ് ഊറ്റം പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എരി തീയിൽ എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അയാൾ ദുഃഖിച്ചിരിക്കുകയാണ്, അയാളെ കൂടുതൽ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? ദുഃഖിച്ചിരിക്കുന്നവനെ കൂടുതൽ ദുഃഖിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ്, പിന്നെ അതാണ് എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ കേട്ടില്ലേ? അതായത് നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. അതായത് എലി എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഐറ്റാണ് അല്ലെ. അപ്പൊ ആ എലീനെ അവിടുന്ന് ഓടിക്കുന്നതിന് പകരം ഇല്ലം തന്നെ കത്തിക്കുക. അപ്പൊ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക എന്നാൽ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. ഓക്കെ, നെക്സ്റ്റ്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക എന്ന് പറഞ്ഞാൽ എന്താ? വിനാശകരമായ വിഡ്ഢിത്തരം. തീക്കൊള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായ സാധനം. അടുത്ത് തല ചൊറിയ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് വിനാശം ഉണ്ടാക്കുന്ന, നമ്മൾ ചെയ്യുന്ന വലിയൊരു വിഡ്ഢിത്താണ് അല്ലെ. അതാണ് വിനാശകരമായ വിഡ്ഢിത്തം എന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക എന്ന് പറയാം. തെക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്താ? തെക്കോട്ട് എടുത്തു എന്ന് പറയാറുണ്ട് അല്ലെ മരിക്കുന്നതിന്. ഓക്കെ, നെക്സ്റ്റ്, തൊഴുത്തിൽ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴുത്തിൽ കൂത്ത് അതായത് ഒരേ വിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള മത്സരത്തിനെയാണ് തൊഴുത്തിൽ കൂത്ത് എന്ന് പറയാട്ടാ. ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള മത്സരം. ഓക്കെ, നെക്സ്റ്റ്, തോളിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താ? ദുസ്വാതന്ത്ര്യമായിട്ട് പെരുമാറുക. അയാളെ തോളിൽ കയറി കളിക്കുക, അയാൾ എന്റെ തോളിൽ കയറുകയാണെന്നൊക്കെ പറയില്ലേ? അതായത് എനിക്ക് താല്പര്യമില്ല, ഞാൻ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തില്ല, പക്ഷെ അയാൾ തോളിൽ കയറിക്കൊണ്ടിരിക്കും. അതാണ് തോളിൽ കയറുക എന്ന് പറഞ്ഞാൽ ദുസ്വാതന്ത്ര്യമായിട്ട് പെരുമാറുക. ഓക്കെ, ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. എന്താണ്? ശരിയായ കാര്യം പറഞ്ഞാൽ ആരും അത് സമ്മതിച്ചു കൊടുക്കും. അതാണ് ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും ശരിയാണെങ്കിൽ അത് ആരും സമ്മതിച്ചു തരുമെന്ന്. ഒന്നും രണ്ടും പറയുക എന്ന് പറഞ്ഞാൽ എന്താ? വാഗ്വാദം ചെയ്യുക എന്നതാണ് കേട്ടോ. ഒന്നും രണ്ടും പറയുക എന്ന് പറഞ്ഞാൽ, ഒന്നും രണ്ടും പറഞ്ഞാൽ അടിപിടി ആവരുത്, വാഗ്വാദം, അതിനെയാണ് ഒന്നും രണ്ടും പറയുക എന്ന് പറയാം. ഒരു കൈ നോക്കുക എന്നാൽ എന്താ? ഞാൻ ഒരു കൈ നോക്കി നോക്കട്ടെ എന്ന് പറയില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഐക്യമത്യമുള്ള പക്ഷം അസാധ്യ കാര്യങ്ങളും സാധിക്കാം. അതായത് ഒരുമ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറയുന്നത്. ഓക്കെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി, അല്ലെങ്കിൽ ഒരു മുഴം മുന്നേ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ, അതായത് അകലെ കൂട്ടി കാണുക, അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവുക. അതാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ അല്ലെങ്കിൽ കൂട്ടി എന്നതൊക്കെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഓട്ടക്കൈ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ചെലവ്. എന്റെ കൈ ഓട്ടക്കൈ, അതായത് ദൂർത്തടിച്ച് ചെലവ് ചെയ്യുന്ന ആളെ കാണിക്കാനാണ് നമ്മൾ ഓട്ടക്കൈ ആണ് അയാളുടെ എന്ന് പറയും. ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ എന്താ? നാഗരികത തീരെ കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണം കേറാമൂല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കച്ച കെട്ടുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, അയാൾ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ് അർത്ഥം. കടന്ന കൈ. കടന്ന കൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിരു കടന്ന പ്രവൃത്തി. അത് ഇത്തിരി കടന്ന കൈയായി പോയി നീ ചെയ്തതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതിരു കടന്ന പ്രവൃത്തിയാണ് കേട്ടോ. കടുവായെ കിടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബലവാന്മാരെ നിസാരന്മാർ എന്താ പറയാ? തോൽപ്പിക്കുക. നിസാരന്മാർ അല്ല, അങ്ങനെ തന്നെയാണല്ലേ. നിസാരന്മാർ തോൽപ്പിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? അതായത് ഇപ്പൊ ശിക്കാരി ശംഭുവിന്റെ ഒക്കെ കഥ പറഞ്ഞ പോലെ അതാണ് കടുവായെ കിടുവ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവ് ചെയ്യുക. അതായത് കടലിൽ കളഞ്ഞാൽ എന്താ ഉണ്ടാവുക? വളരെ ആവശ്യമുണ്ട് പക്ഷെ വളരെ കുറച്ച് ചെയ്യുക. അപ്പൊ കടലിൽ കായം കലക്കുക എന്നാൽ ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവ് ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയാം. നെക്സ്റ്റ്, അമ്പലം വിഴുങ്ങുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. മുഴുവൻ കൊള്ളയടിക്കുക. ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അച്ചിലിട്ട് വാർത്തതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ രൂപം, അതായത് ഒരേപോലത്തെ കുട്ടിയാകുമ്പോൾ നമ്മൾ അവന്റെ അച്ചിലിട്ട് വാർത്ത പോലെ ഉണ്ട് അവളെ കാണാനെന്നൊക്കെ പറയാറില്ലേ, അതന്നെ. കൂപമണ്ടൂകം എന്ന് പറഞ്ഞാൽ എന്താ? അല്പജ്ഞൻ, അതായത് പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയില്ലേ, അതന്നെ അല്പജ്ഞനെയാണ്, വിവരമില്ലാത്തവനെ. ഓക്കെ, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നാൽ വിദഗ്ധരുടെ അടുത്ത് അല്പൻ സാമർത്ഥ്യം കാണിക്കുക. അതായത് കൊല്ലക്കുടിയിൽ ഇഷ്ടംപോലെ സൂചി ഉള്ള സ്ഥലമാണ്, അവിടെ കൊണ്ടിട്ട് വീണ്ടും സൂചി വിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് അറിവുള്ള ആളടുത്ത് പോയിട്ട് അല്പൻ എന്താ സാമർത്ഥ്യം കാണിക്കുന്നതിനെയാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നുള്ള ശൈലി കൊണ്ട്
നമ്മൾ ശൈലി അതിനാണ് നമ്മൾ പ്രയോഗിക്കാറ് കേട്ടോ. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ, തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക. അതായത് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഗണപതിക്കാണ് കൊടുക്കല്ലേ, വിഘ്നേശ്വരന്. അപ്പൊ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ, തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാലോ, ഒന്നിന് വെച്ചത് മറ്റൊന്നിനായി. നമ്മള് കാക്കയ്ക്കാണ് ഷൂട്ട് ചെയ്തത്, കൊക്കിനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു കാര്യമാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ പോയി പറ്റിയത് വേറെ ഒന്നിനാണ്. അതാണ് ഒന്നിന് ഉദ്ദേശിച്ചത് മറ്റൊന്നായി പോയി. അതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന. ചർച്ചിത ചർവണം കേട്ടിട്ടുണ്ടോ? പറഞ്ഞതു തന്നെ പറയുക, അതിനെയാണ് ചർച്ചിത ചർവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത് വീണ്ടും ഇനി റിപ്പീറ്റ് അടിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 3ാമത്തെ ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. 120 വാക്കുകളായി, ചെറുതായിട്ട് കാണരുത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.